എല്ലാവർക്കും നമസ്കാരം. വായന പൂർണ്ണനായ ഒരു മനുഷ്യനെ സൃഷ്ടിക്കുന്നു എന്നാണല്ലോ. വായനാശീലം തുടങ്ങിയ കാലഘട്ടത്തിൽ ഞാൻ വായിച്ച് അവസാനിപ്പിച്ച എനിക്കേറെ പ്രിയപ്പെട്ട ഒരു കൃതിയാണ് ശ്രീ എം.ടി. വാസുദേവൻ നായരുടെ രണ്ടാം ഊഴം. അദ്ദേഹത്തിൻ്റെ മരണാനന്തരം ഞാൻ വീണ്ടും ഈ കൃതി വായിക്കാനിടയായി. മിത്തോളജി ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഈ പുസ്തകം എന്നും എനിക്ക് പ്രിയപ്പെട്ടതായിരുന്നു. മഹാഭാരതമാണ് ഇതിൻ്റെ ഇതിവൃത്തം. 9 ഭാഗങ്ങളിലായി പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഈ നോവലിൻ്റെ ആദ്യ ഭാഗം തന്നെയാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭാഗം. ആദ്യ ഭാഗത്തിൽ നമ്മൾ കാണുന്നത് പഞ്ചപാണ്ഡവർ കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം വാനപ്രസ്ഥത്തിലോട്ടുള്ള യാത്രയാണ്. വാനപ്രസ്ഥത്തിലോട്ടുള്ള യാത്ര എന്നാൽ മോക്ഷം തേടിയുള്ള യാത്ര, തിരിഞ്ഞു നോക്കരുത് എന്നാണ്. മുന്നിൽ നടക്കുന്ന പഞ്ചപാണ്ഡവന്മാരുടെ പിന്നിലായി നടക്കുന്ന ദ്രൗപദി അഥവാ പാഞ്ചാലി വീഴുമ്പോൾ മറ്റു സഹോദരങ്ങളെല്ലാവരും നടന്നകലുമ്പോൾ ഭീമൻ മാത്രമാണ് പരമമായ മോക്ഷത്തെ വേണ്ടെന്ന് വെച്ച് ദ്രൗപദിയെ തേടി മാനുഷിക തലത്തിലോട്ട് ഇറങ്ങി വന്നത്. ആ ഒരൊറ്റ ഭാഗം മതി ആ ഒരു കഥാപാത്രത്തിൻ്റെ മനസ്സിൻ്റെ ആഴവും ആർദ്രതയും മനസ്സിലാക്കാൻ. വായനയുടെ അടുത്തൊരു ഘട്ടത്തിൽ ഞാൻ വീണ്ടും ഈ പുസ്തകത്തിലോട്ട് തിരിച്ചു വന്നേക്കാം.